സംസാര ഭാഷയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന, നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ചില ഡയലോഗ്സ് ആണെന്ന് പറയുന്നത് സാരല്ല, ഓക്കെ, നോ പ്രോബ്ലം, ഇതൊക്കെ പറയേണ്ടി വരുമല്ലേ? അതിനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നാണ്. സാരല്ല എന്ന് പറയാൻ എന്താ പറയുക? സാരല്ല, സാരല്ല, സാരല്ല. നമ്മൾ ഇംഗ്ലീഷ് ഇറ്റ്സ് ഓക്കെ, ഡോണ്ട് വറി എന്ന് പറയുമല്ലോ. അതിനുപയോഗിക്കുന്ന വേർഡാണ് മഹിമ്മക്ക്. എന്താണ് മഹിമ്മക്ക്? മഹിമ്മക്ക്, മാഹിമ്മക്ക്. ഈ മാഹിമ്മക്കിനെ ഒന്നും കൂടി കൂട്ടിയാൽ വലാഹിമ്മക്ക് എന്ന് പറയും. എന്താണ് ലാഹിമ്മക്ക് എന്ന് പറയുന്നത് കൂടി ഇവിടെ യൂസ് ചെയ്യാറുണ്ട്. ലാഹിമ്മക്ക് അല്ലെ മാഹിമ്മക്ക്, ലാഹിമ്മക്ക് എന്ന് പറയാം. വലാഹിമ്മക്ക് എന്ന് വാ ചേർത്ത് കൊണ്ടും പറയാം. വലാഹിമ്മക്ക്, താങ്കൾ ആ കാര്യത്തിൽ എന്താക്കണ്ട, ഒരു ടെൻഷനും എടുക്കേണ്ടതാണ്. അതാണ് ഒരു ഭാഗം. കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. കാരണം സിറ്റുവേഷൻ അനുസരിച്ച് ഈ ഡയലോഗ് മാറും. അപ്പോൾ നിങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഞാനത് നാളെ രാവിലേക്ക് നിങ്ങളത് സെറ്റാക്കണം, നിങ്ങളുടെ ആ അക്കൗണ്ട് പൂർത്തിയാക്കണം. വല ഹിമ്മക്ക് യാ ഹബീബി മഹിമ്മക്ക്, നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. വല ഹിമ്മക്ക് കേട്ടോ, നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളത് കിട്ടിയെങ്കിൽ പ്രശ്നം കേട്ടോ. വല ഹിമ്മക്ക് മാഹിമ്മക്ക് യാ സയ്യിദ് മാഹിമ്മക്ക്. ഓക്കെ, അപ്പോൾ മാഹിമ്മക്ക് വലാഹിമ്മക്ക് എന്ന് പറയുന്നതാണ്. ഇതിനോട് യോജിക്കുന്നതാണ് മായഹിമ്മക്ക് എന്നൊക്കെയാണ്. മാഹിമ്മക്ക് എന്നാണ് ആ സാധനം. പക്ഷെ പറയുമ്പോൾ ഹിമ്മക്ക് എന്ന് കേൾക്കുള്ളൂ മാത്രം. ഓക്കെ, താങ്കൾ ടെൻഷൻ അടിക്കണ്ട എന്ന് പറയുന്നു. രണ്ടാമത്തെ ഒന്ന്, അതോടൊപ്പം തന്നെ ഒന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ് സാരല്ല. സാരല്ല എന്ന് പറയാൻ ഇങ്ങനെയല്ല. സാരല്ലക്ക് വേറൊരു വേർഡുണ്ട്. അതിപ്പോൾ ഇതിങ്ങനെ നമുക്ക് പറയാം, ആദി എന്ന് പറയാം. എന്താണ് ആദി? ആദി എപ്പോഴും പറയേണ്ട ഒരു വാക്കാണ്. ഇപ്പം എന്നോട് പറഞ്ഞു ഇന്ന് അത് നടന്നിട്ടില്ല. അല്ല, ആദി ആദി ഹലസ് ബുക്ര, ആദി യാ സയ്യിദ്, ആദി ആദി, അത് സാരല്ല. നോർമൽ എന്ന അർത്ഥമാണ് ആദി. അവിടെയും നിങ്ങൾക്കത് ഉപയോഗിക്കാം. അത് ആദി. എന്തിനാ ഷൈ ആദി? ആദി സാധാരണ, നോർമൽ എന്ന അർത്ഥത്തിനും പറയും, സാരല്ല എന്ന അർത്ഥത്തിനും പറയും. ഓക്കെ, ആദി യാ സയ്യിദ്, ആദി. ഞാൻ പോണ സമയത്താണ് എല്ലാവർക്കും ചായ ഉണ്ട്, എനിക്ക് ചായ തന്നില്ല. ഓ, അപ്പോൾ ഞാൻ മലേഷ്യ ഞാനമാ ജിപ്തിലൊക്കെ ഷായ, ഞാൻ അല്ല ഖലാസ് ആദി 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 പോട്ടെ, അതൊന്നും സാരല്ല. ആദി. ഓക്കെ, അതേ ആദിയുടെ വേറൊരു സാധനമുണ്ട്, ബസീത്ത് എന്ന് പറയും. എന്താ പറയുക? ബസീത്ത എന്നും പറയാം, ബസീത്ത് എന്നും പറയാം. ബസീത്ത് യാസീത്, ബസീത്ത്, ബസീത്ത്. ഈ ബസീത്താണ് നിങ്ങളൊരു അസുഖമായി കിടക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോൾ പറയാൻ നല്ലത്, ബസീത്ത് യാസീത്. അല്ലാതെ ഇങ്ങനെ പറയരുത്, പടച്ചോനെ ഈ സൂക്കോട് കൊണ്ട് തന്നെയാണ് മറ്റേ മരിച്ചത് എന്ന് പറഞ്ഞ് ആവോളം ടെൻഷൻ അടുപ്പിക്കാനാണ് നമ്മൾ നോക്കുക. പക്ഷേ എന്ത് പറയാം? ബസീത്ത് യാസീത്, ബസീത്ത്. അവിടെ സ്വാദും പറയാം, സീനും പറയാം, ബസീത്തും ബസീത്തും പറയും. ഓക്കെ, അപ്പോൾ അതും നമ്മൾ പഠിച്ചു. മറ്റൊന്ന് ഇതോടൊപ്പമുള്ള വേറെ സാധനമാണ് മാ അലൈക്ക് എന്ന് പറഞ്ഞത്. അവിടെ അതാണ് ഇപ്പോൾ മെയിൻ സംഗതി. നമ്മൾ ആൾക്കാർ എല്ലാത്തിനും മാഫി മുഷ്കില എന്ന് പറയും. മാഫി മുഷ്കില. ഇപ്പം ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ കൈ തട്ടിപ്പോയി, അതെന്ന് പറയും മലേഷ് എന്ന് പറയും, ഇല്ലേ? അല്ലെങ്കിൽ എൻ്റെ സ്റ്റാഫ് ലേറ്റായിപ്പോയി, മലേഷ് എന്ന് പറയും, സോറി. അതിൻ്റെ മറുപടി എന്താണ്? മാലൈക്ക് എന്നാണ്. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് സാരല്ല, അത് സാരല്ല. അപ്പോൾ അത് സാരല്ല എന്ന് പറയാൻ, നിങ്ങൾ പ്രശ്നമാക്കേണ്ട എന്ന് പറയാനൊക്കെ മാ അലൈക്ക് എന്നാണ്. അത് അറബിയിലാണ് ഞാൻ എഴുതുന്നത്, വേണം ഇംഗ്ലീഷിലാക്കാം നമുക്ക്. ഓക്കെ, മാ അലൈക്ക്, സോറി, അലൈക്ക്, മാ അലൈക്ക് യാ സയ്യിദ്, മാ അലൈക്ക്. ലേഡിയോടാണ് മാ അലൈക്ക്, മാ അലൈച്ച് എന്ന് കുവൈത്തിലൊക്കെ പറയാം. ഓക്കെ, അതായത് അവരെനിക്ക് ഒരു കാര്യം ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ചെയ്ത് തന്നില്ല, സമയം കിട്ടിയില്ല. അന മാ ഹസൽത്ത് വഖ്തി യാ ഉഖ്തി മാ അലൈക്ക് യാ ഹബീബി മാ അലൈക്ക്, മാ അലൈക്ക്. ഓക്കെ, അപ്പം അങ്ങനെ എല്ലായിടത്തും മാഫി മുഷ്കില പറയണ്ട. മാഫി മുഷ്കില, മുഷ്കില, മുഷ്കില എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നമല്ല എന്നാണ്. പക്ഷെ നിങ്ങൾ പ്രശ്നമാക്കേണ്ടതില്ല എന്ന് പറയാൻ ആ മാഫി മുഷ്കിലമ നിൽക്കൂല. അവിടെ നിങ്ങൾക്ക് പറയാൻ തരും മാ അലൈക്ക് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച 4 വാക്ക് പറയാം. ഒന്ന്, നമ്മൾ ആദ്യം പഠിച്ചെന്താണ്? മഹിമ്മക്ക്, വലഹിമ്മക്ക്, ആദി, ബസീത്ത്, മാ അലൈക്ക്. ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നു. ജസാക്കുമുല്ലാഹ് കുല്ല ഖൈർ. ശുക്രൻ ലിഹുസ്നി മുതാബഅതികും. മഅസ്സലാമ.